ومن أخلاقهم رضي الله تعالى عنهم അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും പ്രിയക്കാരുമായ മഹാരഥന്മാരായ ആൾക്കാരുടെ മറ്റു സ്വഭാവ ഗുണം ഇജ്തിനാബു ശിബഇ അൽ മൂജിബി ലിഖസാബത്തിൽ ഖൽബീന, ഹൃദയത്തിനെ ദുഷിപ്പിക്കുന്ന വിധം നല്ലതൊന്നും ഏശാതെ പറഞ്ഞത് കേൾക്കാതെ കടുകട്ടിയാക്കുന്ന സ്വഭാവം. അപ്പൊ ഈ ഹൃദയത്തിനെ കട്ടിയുണ്ടാക്കുന്ന ലോലമാവാത്ത വിധം വയറ് നിറച്ച് തിന്നുക. ആ വയറ് നിറക്കൽ ദൂരീകരിക്കണം. തീരെ തിന്നണ്ട എന്നല്ല അർത്ഥം. ഹൃദയം ദുഷിക്കാൻ പാടില്ല. തീറ്റ കൂടിയ ഹൃദയം ദുഷിക്കും, പറഞ്ഞാൽ കേൾക്കൂല, ഒരു ജാതി മരണം സ്വഭാവമായിരിക്കും. ഇങ്ങനെ ഹൃദയത്തിനെ ദുസ്വഭാവിയാക്കിയിട്ട് കടുകട്ടിയാക്കുന്നതിനെ വയറ് നിറക്കുന്നത് ഒഴിവാക്കുന്നു പറഞ്ഞു. വദാലിക, എന്തിനാ പണി അവർ ചെയ്തത്? അത്താ യഖ്ശൂബി സ്വലാത്തിം, അവർ നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാവാൻ വേണ്ടി. പേടി ഉണ്ടാവണം, ഖുശൂ ഉണ്ടാവണം. അത് ഹൃദയത്തിലുണ്ടാവേണ്ടതാണ്. വയറ് നിറച്ച് നടന്നാൽ ഉണ്ടാവൂല. കാരണം എന്താ? ഫഇന്ന മൻ ശബിഅ വ തലബൽ ഖുശൂ ബി സ്വലാത്തിഹി ഫഖദ് അഖ്തഅ ത്വരീഖ എന്നാണ്. ഒരു മനുഷ്യൻ വയറ് നല്ലോണം നിറച്ച് ബീപ്പക്കുറ്റി നിറച്ചു, എന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഭക്തി ഉണ്ടാവണം തേടിയ എന്ത് കിട്ടും? എങ്ങനെ ഭക്തി ഉണ്ടാവാനാ? വയറ് നിറഞ്ഞത് ക്ഷീണിക്കുക, വേണ്ടാത്ത ചിന്തകൾ വരിക, വികാരങ്ങൾ കൂടുക, നിസ്കാരം നഷ്ടപ്പെടുക. അപ്പൊ വയറ് നിറച്ചിട്ട് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ തേടിയാൽ അത് നടക്കൂല. ആ വഴി തെറ്റായി നടത്തും. ഇനി ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ തെളിവ് തരാം. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യത്വിൽ അയ്യാമ വല്ലയാലിയ, മുത്തുനബി തങ്ങൾ രാപ്പകലുകൾ എത്രയോ വയറ് ചുരുട്ടിപ്പോയിരുന്നു എന്നാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ ആദരവായ നബി തങ്ങൾ അവിടുത്തെ പുണ്യമായ പരിശുദ്ധമാക്കപ്പെട്ട വയറ്റിന്റെ മുകളിൽ കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്നാണ്. അങ്ങനെ നമ്മൾ ഖന്തക്കിലൊക്കെ അത് കണ്ടിക്കണല്ലോ. നബി അങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വയറ് നിറച്ച് തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ. അതുകൊണ്ട് വിപത്തുണ്ടാവുമ്പോൾ സമുദായത്തിനെ പഠിപ്പിക്കാനും. പിന്നെ നമ്മളെപ്പോലെയല്ല നബി വിശന്നാലും നബിക്ക് വിശപ്പ് മാറ്റാൻ അള്ളാഹു തആല ഭക്ഷണം കൊടുക്കും. അതൊരു മുഅ്ജിസത്തിന്റെ ഭാഗമുണ്ട്, അത് വേറുണ്ട്. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സ്വല്ലാ യസ്മഉ ലിജൗഫി അസീറുൻ ബിസ്സലാത്തി കഅസിൽ മിർജലി അലൻ നാർ എന്ന കമാ വറദ ഹദീസിൽ അങ്ങനെ കാണാം. ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് എന്തായിരിക്കാം? നബിന്റെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിളക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കപ്പെടും. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അടുപ്പത്ത് തീ കത്തിച്ചിട്ട് ആ തീയിന്റെ മുകളിൽ കൽച്ചട്ടി കൊണ്ടേ വെച്ചാൽ അത് എണ്ണ വാർന്നാൽ കളകളകളാതെ തിളക്കൂല എണ്ണ എന്നതുപോലെയുള്ളൊരു ശബ്ദം പേടിന്റെ കാഠിന്യത്താൽ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു എന്ന് പറയുന്നു. ഹദീസിൽ അതുണ്ട്. അപ്പൊ നബിന്റെ ഭക്തി എത്രയാണ്! നബി എല്ലാത്തിനും കാരണക്കാരനായ പ്രവാചകരാണ്. ആ പ്രവാചക നിസ്കാരത്തിലുണ്ടായ തഖ്വ എത്ര നോക്കൂ. ആ മുത്തുനബി തങ്ങൾക്ക് ഈ തഖ്വ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ട പണി എന്താ? വയറ് നിറക്കാതെ നടന്ന നബീന. അങ്ങനെ ആയിരിക്കണം. വകാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ യഖൂൽ, മഹാനബികൾ പറയുന്നു, റകഅതനി മഅ തഫക്കുരിൻ വ തദബ്ബുരിൻ ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൻ കാമില. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ എന്താ? പരിപൂർണമായ ഒരു രാത്രി ഉറങ്ങാതെ നിരന്തരം ഇബാദത്തിൽ ഒരാൾ കഴിഞ്ഞുകൂടിയാൽ അതിനേക്കാൾ ഗുണകരം ചിന്തിച്ചും ആലോചിച്ചും അള്ളാഹുവിനെ ഓർത്തും ആ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയഭക്തിയോടെ നിസ്കരിച്ചാൽ അങ്ങനെ 2 റക്അത്തുള്ളെങ്കിൽ ആ 2 റക്അത്താണ് ഏറ്റവും നല്ലത് എന്ന്. വൽ ഖൽബു സാഹിൻ അൻ റബ്ബിഹി അസ്സ വജല്ല. എത്തരത്തിൽ ഇങ്ങനെ രാത്രി പരിപൂർണമായി നിസ്കരിക്കുന്നതിന്റെ മനസ്സെവിടെയാണ്? റബ്ബുൽ ഇസ്സത്തിനെ തൊട്ട് അന്തം വിട്ട് മറന്നുപോയി നിസ്കരിക്കുകയാണ്. യാതൊരു ഓർമ്മ നിസ്കാരത്തിൽ അള്ളാഹിനെ കുറിച്ചില്ല. എന്നിട്ട് നിരന്തരം ഇയാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ പുണ്യമാണ് കൂടുതൽ ഇബാദത്ത് വേണ്ട. ഭക്തിയോടുകൂടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, അത് മതി എന്നാണ്. കൊൽത്തു, ഇത് പറഞ്ഞപ്പോൾ ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നു, മുറാദുഹു റളിയല്ലാഹു തആല അൻഹു ബിതഫക്കുരി. ഇബ്നു അബ്ബാസ് തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നറിയോ? തഫക്കുർ എന്ന് പറഞ്ഞ ഉദ്ദേശം ഹാദ തഫക്കുറുൽ അബ്ദി ബിൽ ആദാബിൽ മുതഅല്ലിഖത്തി ബിസ്സലാത്തി വ ബിഹദറത്തില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന്റെ സാന്നിധ്യത്തിലാണ് എന്നും നിസ്കാരവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സംസ്കാരങ്ങളുണ്ട്, അദബുകളുണ്ട്, ചിട്ടകളുണ്ട്. അതിൽ അടിമ ആലോചിക്കുക എന്നതായിരിക്കാം മഹാനവറുകളിൽ പറഞ്ഞ ഉദ്ദേശം.
വലൈസ മുറാദു അത്തവക്കുറ ബിസ്തിംബാത്തിൽ അഹ്കാമി കമാ യുതവഹ്കമു. ഹദീസ് എന്ന് മനസ്സിലല്ല, മൂപ്പര് പറഞ്ഞ വാക്കുന്ന് ഊഹിക്കപ്പെടുന്ന ഇപ്പൊ എന്തായിരിക്കാം? മതവിധികൾ കണ്ടെത്തുക എന്ന വിഷയത്തിൽ ചിന്തിക്കുക എന്നായി. അങ്ങനെയല്ല, മതവിധികൾ കണ്ടെത്തുക നിസ്കാരത്തിൽ ചിന്തയൊന്നുമില്ല. ദീനുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണോ ആ നിസ്കാരവുമായി ആ സംസ്കാരങ്ങളിലും അത് ബാത്തിലാകുകയോ ശരിയാകുകയോ എന്ന ചിന്തകളിലും അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുമാണ് ചിന്തിക്കേണ്ടതെന്നാണ്. കാരണം എന്താ? ഇന്ന സ്വലാത്ത ലൈസത്ത് ബിമഹല്ലിൻ ലിദാലിക. അങ്ങനെ നോക്കുമ്പോ ആ കാരണം വെച്ച് നോക്കുമ്പോ നിസ്കാരം അഥവാ ഇസ്തിംബാത്ത് ചെയ്യാൻ പറ്റുന്ന സംഗതി അല്ല നിസ്കാരം. മതവിധികൾ കണ്ടെത്താൻ നമസ്കരിക്കുന്നത് അല്ലല്ലോ. വലിദാലിക, അതുകൊണ്ടല്ലേ സ്വറഹമാനുൽ ഉലമാ റളിയല്ലാഹു അൻഹു ബി കറാഹിയത്തിഹി, നിസ്കാരത്തിൽ അത്തരം പല ചിന്തകളും നടത്തി ഗവേഷണം നടത്തിയെടുക്കൽ കറാത്താന്ന് പറഞ്ഞു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരം അതിനുള്ളതല്ലല്ലോ. അള്ളാന്റെ ഹലർത്ത് ചിന്തിക്കുക, നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം ചിന്തിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ കാനബിന് മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇദാ ഖാമ ഇലാ സ്വലാത്തി കഅന്നഹു സൗമുൻ മുലഖാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുമ്പ് കണ്ടാൽ ഏതുപോലെ ഇരിക്കും? ഒരു അവിടെ ഇങ്ങനെ ഇട്ട വസ്ത്രം ഇങ്ങനെ ഉണ്ട്, ആ വസ്ത്രം ഇട്ട ആരും അനങ്ങൂലല്ലോ, ആരെടുത്തോണ്ട് വേണ്ടേ, അനങ്ങാൻ നിൽക്കൂലേ? അങ്ങനെ ഇടപെട്ടതായിരിക്കും ഒരു വസ്ത്രം പോലെ നിശ്ചലമായി നിൽക്കുമായ നിസ്കാരത്തിലേക്ക് നിന്നാലെന്ന്. അത് ഭക്തിയാണ് ആ പറയുന്നത്, ചിന്തയാണ് ആ പറയുന്നത്. മഹാനവറുകൾ വീട്ടിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്റെ വീട്ടുകാരാരെങ്കിലും അവിടെ ശബ്ദങ്ങളോ സംസാരമോ ഉണ്ടാക്കുന്ന സമയത്ത് മഹാനവറുകൾ പറയും, കേട്ടാൽ ആ തത്തക്കല്ലമോ നിങ്ങൾ നിസ്കരിക്കല്ലേന്ന, അല്ല നിങ്ങൾ സംസ്കാരിക്കല്ലേ എന്ന് പറയും. ഞാൻ നിസ്കരിക്കട്ടെ, നിങ്ങൾ നിസ്കാരം കൊണ്ട് എനിക്ക് നിങ്ങളെ വർത്തമാനം കൊണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വർത്താനം പറയല്ലേ. കാരണം എന്താ? ഇന്ന അബ്ദല്ലാഹ്, നിശ്ചയമായിട്ടും ഒരു അടിമ യുസല്ലി, അവൻ നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കുമ്പോ യഖൂലു ലഹും, അവരോട് പറയും, എന്ത്? തുഹദ്ദിസു മാ ശിഅ്തും ഫഇന്നി ലസ്തു അസ്മഉ ഹദീസക്കും ഫഅന ബിസ്സലാത്തീന. അതങ്ങനെ പറയാൻ കാരണം എന്താ? ലാ തതകല്ലമു എന്ന് പറഞ്ഞിട്ട് മുമ്പ് പറയാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ നിസ്കരിക്കാറുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഓരോട് പറയും, നിങ്ങളൊക്കെ വർത്തമാനം ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞോളി, എന്ത് വേണമെങ്കിലും പറഞ്ഞോളി, ഞാൻ നിങ്ങളെ വർത്തമാനൊന്നും കേൾക്കത്തില്ല, ഞാൻ നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞു. നേരെ തിരിച്ചാണ്. ആദ്യം പറഞ്ഞ ഫാഷൻ കാണിദാ സമിയ അഹ്ലഹു യഖൂലൂന ലാ തതകല്ലമൂന. മഹാനവറുകൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്റെ വീട്ടുകാർ പറയും അത്രേ, നിങ്ങൾ ആ സംസാരിക്കരുത്, മഹാൻ നിസ്കരിക്കാൻ പോകുന്നുണ്ട് എന്ന്. ഇത് പറഞ്ഞപ്പോൾ അതിന് പറയാൻ കാരണം എന്താണ്? മഹാനവർ പറഞ്ഞത് മഹാൻ നിസ്കരിക്കാം. അപ്പൊ മഹാൻ പറയാം അവരോട്, നിങ്ങൾ സംസാരിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിസ്കാരത്തിലാവുമ്പോ നിങ്ങളെ പറ്റിയ വർത്താനം ചിന്തൊന്നും എനിക്ക് വരാറില്ല, അത്രയും നല്ല ഭക്തിയോടുകൂടെയാണ് നിസ്കരിക്കാറുള്ളത്. അപ്പൊ വീട്ടുകാർ പോലും സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വർത്താനം പറഞ്ഞു എനിക്ക് വിഷമമില്ല എന്നാണ് മഹാൻ പറഞ്ഞത്. അപ്പൊ അവിടൊക്കെ ഭക്തി എത്രയാണ്? മഹാനവറുകൾ പറയുന്നു, എന്താ പറയാണ്? മൻ തലഫത്ത അൻ യമീനി വൻ ശിമാലി വലാ സ്വലാത്ത ലഹു. ഒരാൾ നിസ്കരിക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കിയാൽ അവൻ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, എന്നത് പരിപൂർണ്ണ നിസ്കാരമല്ല എന്നാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ശരിയല്ല എന്ന്. വഖദ് കാന ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇദാ ഖാമ ഇല സ്വലാത്തി യസ്മഉ വജീബ ഖൽബിഹി മിൻ മൈലൈനി. യസ്മഉ വജീബ ഖൽബിഹി മിൻ മൈലൈനി. മഹാനായ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരത്തിലേക്ക് നിന്നാൽ മഹാനവറുകളുടെ ഖൽബിന്റെ അകത്തളത്തിലുള്ളതായിരിക്കുന്ന ഭയഭക്തിയുടെ അടയാളം, ആ സൗണ്ട്, അവിടെ തിളക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു 2 മൈലുകൾക്കകലെ വെച്ച് കേൾക്കാം. അത്രത്തോളം ഖൗഫും പേടിയും ഖുശൂഉം ഉണ്ടായിരുന്നു മഹാന്മാരുടെ നിസ്കാരം. നമ്മളൊക്കെ നിസ്കാരം റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ച കാഴ്ചയില്ല. എന്ത് വഖദ് കാന സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു യഖൂൽ, മഹാനായ സൽമാൻ ഫാരിസി തങ്ങൾ പറയുമായിരുന്നു, മല്ലൻ യഹ്ദുർ ഫി സ്വലാത്തിഹി ഫഹുവ മിനൽ മുതഫ്ഫിഫീൻ. ആരും നിസ്കരിക്കാൻ സന്നിഹിതരായിട്ടില്ല എങ്കിൽ
അവൻ മുത്തഫിഫീൻ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അളത്തവും തൂക്കവും ചുരുക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന മഹാൻ പറഞ്ഞത്. വഖദ് അലിംതും, എത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, മാ ഖാലല്ലാഹു ഫീഹിം, മുതഫിഫീനായ അഥവാ അളത്തത്തിലും തൂക്കത്തിലും ചുരുക്കുന്ന ആൾക്കാരെ പറ്റി അള്ള പറഞ്ഞു നിങ്ങൾക്കറിയാം. എന്നിട്ട് മഹാൻ പറയുന്നു, ഇന്ന സ്വലാത്ത് മിക്കിയാൽ മിൻ വഫമൻ, അവ നിസ്കാരം എന്ന് പറഞ്ഞാൽ ബിമിക്കിയാലിമൻ, ഒരുത്തന്റെ അളത്തം കൊണ്ട്, വഫ വല്ല ഒരുത്തനും ആ അളത്തപ്രകാരം പൂർത്തിയാക്കിയാൽ ഉഫിയലുഹു, അവന് കൂലി പൂർത്തിയാക്കപ്പെടുന്നതാണ്. അപ്പൊ നിസ്കാരം സമ്പൂർണമാവണമെങ്കിൽ ചിന്ത നിസ്കാരത്തിലായിരിക്കണം, വേറെ ചിന്ത വരാൻ പാടില്ല. അപ്പോഴേ നിസ്കാരം പരിപൂർണമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നിസ്കാരത്തിൽ ചുരുക്കം വരുത്തിയവൻ അളവിലും തൂക്കത്തിലും ചുരുക്കം വരുത്തിയ ആളുകൾക്ക് എന്താണോ കേട്ടത് കിട്ടും. വഖദ് ബലഅന അന്ന യാഖൂബ് അൽ-ഖാരി റഹ്മഹുല്ലാഹു തആല, ഞങ്ങൾക്ക് ഇവരും കിട്ടിയിട്ട് എന്ത്, യാഖൂബ് അൽ-ഖാരി എന്ന് പറയുന്ന ആള് സുരിഖ ദിർദാഉഹു മിൻ അലാഖതിഹി വഹുവ ബിസ്വലാത്തി, യാഖൂബ് എന്നവര് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ തന്റെ തോളിൽ കിടക്കുന്ന ഒരു തട്ടം മോഷ്ടിക്കപ്പെടുകയുണ്ടായി. അഖദഹുന്നാസു മിനൽ ലിസ്സി, അങ്ങനെ മോഷ്ടാവിനെ പിടികൂടി. വസജറഹു, അവനെ വരമ്പി വിലങ്ങി തടഞ്ഞു. വതറദുഹു, കള്ളൻ അവർ ആട്ടിവിടുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങൾ ആട്ടിവിടുകയും ശകാരിക്കുകയും ചെയ്തു. സുമ്മ വളഉർ റിദ അലാ ഉനുഖി യാഖൂബ കുല്ല ദാലിക വഹുവ ലാ യശ്ഉർ, മഹാന തോളിൽ കടക്കുന്നതായിരിക്കുന്ന ആ തട്ടം അല്ലെങ്കിൽ ആ കർച്ചീഫ് അല്ലെങ്കിൽ മഫ്ലർ എന്താവട്ടെ, ആ തട്ടം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന മഹാൻ അറിഞ്ഞിട്ടില്ല. ഇത് കണ്ട ജനങ്ങൾ കള്ളന്റെ ഭാഗത്തുനിന്ന് ആ സാധനം പിടികൂടുകയും കള്ളനെ തടയുകയും വേണ്ടതുപോലെ ശകാരിക്കുകയും ചെയ്തു വിട്ടു. ശേഷം ഇത് വാങ്ങിട്ട ജനങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്റെ തോളിലേക്ക് അത് കൊണ്ടുപോയിട്ട് കൊടുത്തു. മഹാൻ ഇതൊന്നും അറിയുന്നില്ല സംഭവം. അതെന്തായിരിക്കും നിസ്കാരത്തിന്റെ ശ്രദ്ധ, ഒന്നും അറിയണില്ല. ഒൽത്തു ഷാറാനി ഇമാം പറയുന്നു, വകദാലിക, അപ്രകാരം തന്നെ, വഖാബി അസ്രിനാലി സയ്യിദി മുഹമ്മദ് ബിൻ ഇനാൻ റഹ്മഹുല്ലാഹു തആല, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ നേതാവുണ്ട് മുഹമ്മദ് ബിൻ ഇനാൻ. വഹുവ യുസല്ലി ബി ജാമിഉൽ ബഹർ, ജാമിഉൽ ബഹറിലെ മഹാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നഹും സറഖു റിദാഹു മിൻ അലാ ഉനുഖിഹി, ബഹുമാനപ്പെട്ടവരുടെ തോളിൽ നിന്ന് മഹാന്റെ തട്ടം അതാ കള്ളന്മാർ മോട്ടിച്ചു. ഔഹിദ മിനൽ ലിസ്, ആ തട്ടം കള്ളന്റെ ഭാഗത്ത് പിടികൂടി. എന്നിട്ട് വദുരിബ, കള്ളനെ അടിച്ചു. തുരിതാട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വഖഅദുൽ അലീമ, വലിയ വലിയ ശബ്ദകോലാലങ്ങൾ അവിടെ സംഭവിച്ചു. വഹുവ ലാ യശ്ഉർ, എത്തരത്തിൽ മഹാനവരൊന്നും അറിയുന്നില്ല. വഹുവ ആഖിറു മൻ അദ്റക്നാഹും മിൻ നഹ്രിൽ ഖുശൂഅ്, ഭക്തന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എത്തിച്ച കൂട്ടത്തിലെ അവസാനത്തെ ആളാണ് ഇത്. അപ്പൊ നോക്കുവാണ് നിസ്കാരത്തിന്റെ ശ്രദ്ധ. അവരൊന്നും തന്നെ അറിയുന്നില്ല, മുഴുവനും നിസ്കാരത്തിലായി മാറി. അത്രത്തോളം ഭക്തിയുള്ളവരാണ് അവർ. ഇതൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാ? വയറുകാലിയാക്കിയിട്ടും വയറ് നിറക്കായി ജീവിച്ചതുകൊണ്ടാണ്. വക്കാല സഈദ് തനൂഖ് റഹ്മഹുല്ലാഹു തആല, മഹാനവറുകൾ ഇദാ വഖ വാങ്ങി നിന്നാൽ, യുസല്ലി നിസ്കരിക്കുന്നവരായിട്ട് നിന്നാൽ, സാലത്തു ദുമുഉ കൽ മതരി, മഴ വർഷിക്കും പോലെ കണ്ണുനീര് വർഷിക്കുമായിരുന്നു എന്നാണ് ചരിത്രം. ബഹുമാനമുള്ളവരെ, പണ്ഡിതന്മാരെ, നമ്മളെ നിസ്കാരം ഈ നിസ്കാരം തട്ടിച്ചു നോക്കണം. നമ്മളെ കണ്ണിന്ന് വെള്ളം ഒഴുകുന്നുണ്ടോ? ഒഴുകുണ്ടെങ്കിൽ തന്നെ വല്ല സങ്കടം ഒത്തിട്ടായിരിക്കും. നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹദിയുടെ കണ്ണിൽ ഒരു കൊള്ളി വീഴുകയാണ്. കണ്ണിലേക്ക് ഒരു കൊള്ളി പ്രവേശിച്ചു. അമാശാരത്ത് ബിഹി, മഹദി അതൊന്നും അറിഞ്ഞില്ല. ഹത്താ സല്ലമത്ത് മിനസ്സലാത്തി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, ആ നമസ്കാരത്തിന് സലാം വീട്ടുന്നത് വരെ കണ്ണിൽ വന്ന് തറച്ചതായിരിക്കുന്ന കൊള്ളിയെ പോലും ശ്രദ്ധിച്ചില്ല. മഹദിക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞിട്ടില്ല. ഇതൊന്നും അറിയാതിരിക്കുകയാണ് മഹദി. അങ്ങനെ വക്കാലത്ത് അപ്പോൾ എന്തെന്നറിയാമോ? മഹദി പറയുന്നത് എന്താ?
നിങ്ങൾ നോക്കൂ. നിസ്കാരം കഴിഞ്ഞിട്ട് മഹദി പറയുന്നു, എന്റെ കണ്ണിലേക്കൊന്ന് നോക്കൂ, എന്റെ കണ്ണിൽ ഇതാ ഒരു കൊള്ളി കഷ്ണം നിറഞ്ഞിരിക്കുന്നു. മഹദി അവറുകൾ വളരെ കഠിനമായിരിക്കുന്ന രീതിയിലാണെങ്കിൽ മഹദിയുടെ കണ്ണിൽ നിന്ന് ആ ജനങ്ങൾ ആ കണ്ണെന്ന കൊള്ളി വലിച്ചെടുത്തത് വലിയ വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെയാണ്, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ്. എന്നിരിക്കെ മഹദി ഒന്നും അറിയാതെ തറച്ച വേദന അറിഞ്ഞിട്ടില്ല, കണ്ണ് തടഞ്ഞു നോക്കിയിട്ടില്ല, നിസ്കാരത്തിന് ചിന്തയാണ്. ഈ മഹദിമാരുടെയും മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് നമ്മളെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വകാന മുജാഹിദ് റളിയല്ലാഹു തആല യഖുൽ, മുജാഹിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലഖദ് അദ്റകൽ ഉലമാ, പണ്ഡിതന്മാരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. വഅഹദുഹും കാന ഇദാ ഖാമ ഇല സ്വലാത്തി, ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അവർ നിന്നാൽ, നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഹാബർ റഹ്മാന ഹത്താ ലാ യഖ്ദിറു യസുദ്ദു ബസറു ഇലാ ശൈഇ, റബ്ബുൽ ഇസ്സത്തിനാകെ പേടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. പേടിച്ചു കുറച്ചിട്ട് അവർക്ക് എന്താകൂല, ഒരു ദിശയിലേക്കോ ഒരു വസ്തുവിലേക്കോ അവരെ കണ്ണ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ പേടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, ദുന്യാവിന്റെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കാൻ കഴിയൂല, അല്ലെങ്കിൽ ദുന്യാവിന്റെ കാര്യത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം തന്റെ മനസ്സുമായി വർത്തമാനം പറയാൻ കഴിയൂല, ചിന്ത വരൂല. ആ രൂപത്തിലായിരുന്നു ഈ മഹാന്മാർ അള്ളാനെ പേടിച്ച് നിസ്കരിച്ചത്. വഖദിൻ ഹദമൽ ജാമിഉ മറത്തൻ, ഒരിക്കൽ ജുമുഅത്ത് പള്ളി പൊളിഞ്ഞാടി. ഓ മുസ്ലിമിന് യസ്സാർ റഹ്മത്തുള്ളാഹി തആല യുസല്ലി ഫി, ആ പള്ളി നിസ്കരിക്കുക. അപ്പൊ ആ പള്ളി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു മുസ്ലിമിന് യസ്സാർ എന്ന് പറയുന്ന ആൾ. അങ്ങനെ പള്ളികൾ പൊളിഞ്ഞാടി. പള്ളിയിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും അങ്ങാടിയിലേക്ക് ഓടി. വലിയതായ ഒരു ശബ്ദം, പള്ളി പൊളിഞ്ഞു വീഴുകയുള്ള ശബ്ദം കിട്ടും മുഴങ്ങി. എല്ലാവരും അങ്ങാടിയിലേക്ക് ഓടി. ഈ പൊളിഞ്ഞ പള്ളിയിൽ ആരുണ്ട്? ഓ മുസ്ലിമുല്ലായ, ബഹുമാനപ്പെട്ട മുസ്ലിം എന്നവരൊന്നും അറിയണില്ല. എന്തായിരിക്കും ഇപ്പൊ നിസ്കാരം? നമ്മൾ ഇത്രയും കാലം നിസ്കരിച്ചിട്ട് നിസ്കാരത്തിന് കരഞ്ഞിട്ടില്ല. നമ്മളെ ഹൃദയത്തിൽ ഭക്തി വന്നിട്ടുണ്ടോ? കണ്ണുനീര് വാർത്തിട്ടില്ല. നമ്മൾ അമൽ എവിടെയാണ്? അള്ളാനെ മഹലായി വന്നതുകൊണ്ട്, ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ള സ്വീകരിക്കട്ടെ. ആയിരിക്കുകയാണ് ഇബാദത്തുമായി ചെയ്യാൻ നമുക്കില്ല. വഖദ് കാന ദുബാബ് ലൻ യസൽ യഅകുലു മിൻ ഐനി ഖലബ് ബിൻ അയ്യൂബ്. ഖലബ് ബിൻ അയ്യൂബ് റഹ്മഹുല്ലാഹു തആല വലാ യുസല്ലി വഹുവ യുസല്ലി, ബഹുമാനപ്പെട്ടവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആര്? ഖലഫ് എന്നവര്. മഹാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ വേളയിൽ തന്റെ കണ്ണിലതാ ഈച്ചൽ വന്നിങ്ങനെ കൊത്തിക്കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലാ യതുറുദുഹു അൻ നഫ്സിഹി, തന്റെ സ്വന്തം നഫ്സുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ആ ഈച്ചകൾ ആട്ടിവിടുന്നില്ല. മഹാൻ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. ഈച്ച അങ്ങനെ കണ്ണൂടെ പാറിക്കൊണ്ടിരിക്കുകയാണ്, അരിച്ചുകൊണ്ടിരിക്കും. നമ്മളോ ഒരു കൊതുക് പോയിട്ട് ചെറിയൊരു ഈച്ച ദേഹത്തിങ്ങനെ വല്ല അരിച്ചാൽ മതി, ആട്ടിവിടും. നിസ്കാരം പാത്തിലാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ നിലക്ക് നമ്മൾ ആടലും മാന്തലൊക്കെ ഉണ്ടെങ്കിൽ ഈ മഹാൻ കണ്ണിൽ ഈച്ച ഇരുന്നിട്ട് ആട്ടിവിട്ടില്ല. ഇങ്ങനെ കണ്ടപ്പോൾ യോമൻ വീതാലിക്ക, ആ വിഷയത്തെ കുറിച്ച് ഒരാൾ മഹാനോട് ചോദിച്ചു അത്രേ. ചോദിച്ചപ്പോ കാല മഹാൻ പറയുന്നു, ബലഗനി അന്നൽ ഫുസാഖ യതസബ്ബറൂന തസിയാത്തിൽ ഹാക്കിം ഇദാ റബൂ. ഭരണാധിപന്മാരുടെ നിയമപ്രകാരം അവരടി കൊടുത്താൽ, ആ ഭരണാധിപന്മാരുടെ ചാട്ടവാറിന്റെ അടിയിൽ ക്ഷമ അഭിനയിച്ചുകൊണ്ട് തമ്മാടികളെ കുറെ ആൾക്കാരുണ്ട്. അവര് എന്തിനാ ചെയ്യുന്നത്? ലിയുഖാല ഫുലാനുൻ സബൂർ വയഫ്തഖിറൂന ബിദാലിക. ഇയാള് വല്ലാത്ത ക്ഷമയുള്ള ആളാണല്ലോ, എന്നിട്ട് അയാളുടെ ക്ഷമ എടുത്തുകൊണ്ടിരുന്ന വല്ലാതെ പവർ പറയും ജനങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ക്ഷമയാണ് തമ്മാടിക്കുണ്ടാവുക. അത്തരമൊരു തമ്മാടിത്തം ഞാൻ ചെയ്യുന്നില്ല.
ഞാനാണെങ്കിൽ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോ ഞാൻ എങ്ങനെ ഈച്ചനാട്ടാൻ സാധിക്കും? ഞാൻ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നതിനെ കൊണ്ട് കഴിയൂല. അപ്പൊ നോക്കുപോലെ പേടി. മഹാൻ പറയുന്നു, കൈഫ യദ്ദഗി അഹദുഹുൽ ഹുദൂറ മഅല്ലാഹി തആല ബിസ്വലാത്തിഹിം. ഒരാൾ നിസ്കരിക്കുകയാണ്, അവൻ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ അള്ളാന്റെ കൂടെ എനിക്ക് ഹുദൂറുണ്ടെന്ന് വാദിക്കൽ എങ്ങനെ കഴിയും? വഹുവ യഹസ്സു ബിഖർസത്തിൽ ബർഗൂസ്. എത്തരത്തിൽ ഇവൻ കൊതുകിന്റെ ആ കടി കൊണ്ട് ഇവൻ അറിയാൻ കഴിയും. അപ്പൊ കൊതുക് വന്ന് കടിച്ചിട്ട് അറിയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഞാൻ നിസ്കാരത്തിൽ അള്ളാന്റെ കൂടെ എനിക്ക് ഹുദൂറുണ്ട്. എങ്ങനെ വാദിക്കാൻ പറ്റും? ഇതാ കറസാവോ, കൊതു കുത്തിയാലോ കടിച്ചാലോ അതവൻ അറിയുന്നുണ്ട്. അത് ശരിയല്ല. അപ്പോ അള്ളാന്റെ ഹുദൂറുണ്ടെന്നത് ശരിയല്ല എന്നർത്ഥം. അങ്ങനെ ഉണ്ടാവൂല. അങ്ങനെയുള്ളവരോട് ഒന്നും അറിയില്ലല്ലോ. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. ലഖദ് തുഇന അഹദുഹും ബിസ്നാൻ. ഒരിക്കൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാളെ എന്തു ചെയ്യുന്നറിയാമോ? അമ്പിന്റെ മുന കൊണ്ട് കുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുത്തിയപ്പോൾ വമാദറ, അയാൾ തീരെ അറിഞ്ഞിട്ടില്ല. രക്തം കെട്ട് പുറപ്പെട്ടു വന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരമാകെ എന്തായെന്നറിയാമോ? തളർന്നു. ആ തളർന്നത് വരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഭൂമിയിൽ വീണും ചെയ്തു. അതുവരെ അറിഞ്ഞിട്ടില്ല. അമ്പ് തറച്ചിട്ട് രക്തം വാർന്നൊഴുകി കഴിഞ്ഞു വീണു. അതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ആ നിസ്കാരം വല്ലാത്ത ഈമാൻ തന്നെ. വഖദ് കാന അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹു, അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഇദാ ഹളറ വഖ്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ സമയം ഇങ്ങോട്ടായി കഴിഞ്ഞാൽ യസീറു യതഗയ്യറു വയതലവ്വനു വയർതഇദു, ആകെ വിറകൊള്ളും, നിറവ്യത്യാസം സംഭവിക്കും, പകർച്ചയാകും. ഇങ്ങനെയൊക്കെ പലതുമായിരുന്നു അലിയാർ തങ്ങൾ. ആ വിഷയത്തിൽ മഹാനോട് ചോദിക്കപ്പെടുകയുണ്ടായി, നമസ്കാരത്തിന്റെ സമയമായാൽ എന്താ നിങ്ങൾക്കൊരു വെപ്രാളം, എന്താ നിങ്ങൾക്കൊരു ആകത്തുള്ളല് ഒക്കെ ചോദിച്ചു. അപ്പോ കാല മഹാൻ പറയുന്നു, എന്താ പറഞ്ഞത്? ഒപ്പര് പറയാം, ഈ സമയം ഇങ്ങോട്ട് അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഇതൊരു അമാനത്തിന്റെ ടൈമാണ്. ഈ അമാനത്തിന് ആകാശഭൂമിയുടെ മേലുള്ള പർവ്വത്തിന്റെ മുകളിൽ വെളിവാക്കി കൊടുത്തു. ഓല വഹിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ വഹിച്ചെടുത്തത് ഞാനാണ്, മനുഷ്യവർഗത്തിൽപ്പെട്ടവനെ ഞാനത് വഹിച്ചെടുത്തു. ആ അമാനത്ത് ഞാൻ ഏറ്റെടുത്തിട്ട് അത് അതിന്റെ രൂപത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രൂപത്തിലാണോ അത് കൈകാര്യം ചെയ്ത് ഇല്ലേന്ന് എനിക്കറിയൂല. ആ ഗതികേടപ്പം എനിക്കുള്ള നിസ്കാരത്തിന്റെ സമയം പേടി അതാണ് എന്നാണ്. അപ്പൊ അങ്ങനെ നിസ്കരിച്ച അള്ള നിസ്കരിച്ച സ്വീകരിക്കുമല്ലെന്ന് അറിയില്ല. അങ്ങനെ മഹാന്മാരാണ് അവരൊക്കെ. ഈ മഹാന്മാർ ഇതൊക്കെ വേണ്ടി പേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്രയോ അകലെയാണ്. നിങ്ങളെ പറ്റി പറയാൻ എനിക്ക് അവകാശമല്ല. മഹാൻ പറയുന്നു, ലാ തുസല്ലു ഖൽഫ മുഹിബ്ബിദ് ദുനിയാ, ദുനിയാവിനെ പ്രേമിക്കുന്ന ആളുടെ ബേക്കിൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വഖദ് കാന സലഫു ഇദാ ബലഗും അന്ന അഹദൻ തലഫദ ബിസ്വലാത്തിഹി, ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചപ്പോൾ അവന്റെ നമസ്കാരം തിരിഞ്ഞു നോക്കിയെന്ന വിവരം മുൻകഴിഞ്ഞു പോയ മഹാനന്ദന്മാർക്ക് കിട്ടിയാൽ അവന്റെ അടുത്തേക്ക് അവർ പോകും. വനോബിദാരി, അത് വീട്ടിലാണെങ്കിലും ചെന്ന് ചോദിക്കും. എന്നിട്ട് എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ ചോദിച്ചറിയും. അതാണ് സലഫിന്റെ സ്വഭാവം. അതെന്താ? ലിമാക്കാന ഇന്ദകും റളിയല്ലാഹു അവരുടെ അടുക്കലുള്ള ഒന്നിനു വേണ്ടി. എന്താണ് ആ ഒന്നിനും മാരിഫത്തി അളമത്തില്ലാഹി തആല, അല്ലാഹു തആലയെ കുറിച്ചുള്ള അറിവ് വല്ലാത്തൊരു അറിവാണ്. അത് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത്, ചോദിക്കുന്നതും. വഖദ് സല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല ഖൽഫ ഇമാമിൻ, ഒരു ഇമാമിന്റെ പിറകിൽ മറന്നൊരു പ്രാവശ്യം നമസ്കരിച്ചു. ഫസമിഅഹു യൽഹനു, അങ്ങനെ ഇമാം ഓതുമ്പോൾ പിടക്കുന്നതായിട്ട് അലിയാർ തങ്ങൾക്ക് ഉമർ റളിയല്ലാഹു കേട്ടു. വഖാലഹു, അപ്പോൾ
ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അദ്ദേഹത്തോട്, ലൗലാ ഫദ്ലുൽ ജമാഅത്തി, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ഇല്ലായിരുന്നുവെങ്കിൽ മാ സല്ലൈതു ഖൽഫക, നിങ്ങളെ പിറകിൽ ഞാൻ നിസ്കരിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ലിമ ലാ തഖറഉൽ അറബി ലിമ തഖറഉൽ അറബിയ്യത അലാ ഉലമാഇന, എന്താ കാരണം? ഉലമാക്കളുടെ മേൽ എന്താ അറബി വായിക്കപ്പെടാത്തത്? എന്ത് കാരണം കൊണ്ടാണ് വായിക്കപ്പെടാത്തത്? അപ്പൊ നീ എന്താണ് അറബി ഉലമാക്കളുടെ മേൽ വായിക്കാത്തത്? അപ്പൊ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജമാഅത്തിന് പതിട്ടാൻ അതിന്റെ വേണ്ടി കൂടി, പക്ഷെ നീ അറബി പഠിച്ചിട്ടില്ല, പഠിക്കണം. അപ്പൊ നല്ലൊരു ഇമാമായിരിക്കണം എന്നർത്ഥം. ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയാണ്, അജ്ബതു മിൻ ഹൗലാഇ നാസി, ഈ ജനങ്ങളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അറാഹും, ഞാൻ അവരെ പറ്റി അഭിപ്രായപ്പെടുന്നു, ഇദാ മാത ലീ വലദുൻ, എനിക്കൊരു കുട്ടിയെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ യുഅസ്സിനി ബിഹി അക്സറു മിൻ അൽഫി ഇൻസാൻ, 1000-ലധികം മനുഷ്യന്മാർ വന്ന് ആ കുട്ടിന്റെ കാര്യത്തിൽ സമാധാനിപ്പിക്കാൻ വരും. അങ്ങനെ തഫൂത്തുനി സ്വലാത്തുൽ ജമാഅത്തി, എന്നാൽ കുട്ടി മരിച്ചിട്ട് സമാധാനിപ്പിക്കുവാൻ വേണ്ടി ഒരു 1000കണക്കിന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി നിൽക്കുക. അങ്ങനെ വന്നാൽ ഫലാ യുഅസ്സിനി ബിദാലിക അഹദുൻ, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ ആ സങ്കടത്തിൽ നിന്ന് സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടാവൂല. അതാണ് മഹാൻ പറഞ്ഞത്. വവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന ഫവാത സ്വലാത്തുൽ ജമാഅത്തി ഇന്ദി, എന്റെ അടുക്കൽ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് അഅ്ളമു മിൻ മൗതി വലദി അൽബാലി അൽ ആലിമി സ്വാലിഹി, സദ്വൃദ്ധനായ പണ്ഡിതനായ ബുദ്ധിമാനായ പ്രായം തികഞ്ഞ എന്റെ കുട്ടി, ആ കുട്ടി മരിക്കുന്നതിനേക്കാൾ എനിക്ക് വലിയൊരു വിപത്തും വലിയൊരു അപകടം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അത്രത്തോളം നിസ്കാരത്തെ ഗൗരവിച്ചവരാണ് അവർ. ഇതൊക്കെ തന്നെ നബിയുള്ള പ്രേമം. വകാന മുഹമ്മദ് ബിൻ വാസിൽ റളിയല്ലാഹു തആല യഖൂൽ ലിഅസ്ഹാബിഹി, മുഹമ്മദ് എന്നവർ തന്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, ഇന്നി അസ്തഹി മിനദ്ദുനിയ ശൈഅൈനി, ഈ പ്രപഞ്ചത്തിൽ 2 കാര്യമാണ് ഞാൻ മോഹിക്കുന്നതും അലച്ചു വെക്കുന്നതും ആഗ്രഹിക്കുന്നു. അൽ-അവ്വലു, ഒന്ന്, അഖൻ സ്വയം ബില്ലാഹി തആല യുഖവിമുനി ഇദാ തഅവജ്തു, അല്ലാഹു തആലാന്റെ കാര്യത്തിലായിക്കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ, അങ്ങനെ നിസ്കരിക്കുകയോ ഇബാദത്തൊക്കെ ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ എന്നെ നന്നാക്കാൻ പറ്റുന്ന ഒരാൾ എനിക്ക് വേണം. അപ്പൊ നല്ലൊരു കൂട്ടുകാരൻ എനിക്ക് വേണം. ഞാൻ തെറ്റി വിളഞ്ഞു പോയാൽ എന്നെ നന്നാക്കി ചൊവ്വാക്കി നിർത്താൻ. ഇതാണ് ഒന്ന് ദുനിയാവെന്ന് മോഹിക്കുന്നത്. വസാനി അല്ലാ തഫൂതനി സലാത്തുൽ ജമാഅത്തി അബദൻ മാ ഇസ്തു, ഞാൻ ജീവിക്കും കാലത്തോളം ഒരിക്കലും എന്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ എനിക്ക് പാടില്ല. അത് പാടില്ല എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇങ്ങനെ 2 കാര്യമാണ് ദുനിയാവിൽ ഞാൻ മോഹിക്കുന്നത് എന്ന് മുഹമ്മദുൽ വാസിയത്തങ്ങൾ. 2 വിഭാഗം തന്നെയല്ലേ. ഫകാന സഖീഖുൽ ബൽഖ റഹ്മഹുല്ലാഹു തആല യഖൂലു ലിഅസ്ഹാബിഹി, സഖീഖുൽ ബൽഖ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഇൽമു, നിങ്ങൾ അറിയണം, പറയുകയാണ്, ഇന്ന ശൈത്വാൻ ലഅനഹുല്ലാഹു തആല, നിശ്ചയമായും പിശാച്, ലാ യഅ്യുദുഹു മിൻ ഇബ്നി ആദമ ഇല്ലാ ശൈഅനി, ആദമിൽ നിന്ന് 2 കാര്യമാണ് അവനെ ദേഷ്യം പിടിപ്പിക്കുക, മറ്റൊന്നും ദേഷ്യം പിടിപ്പിക്കൂല. അല്ലവലു, ഒന്നാമത്തെ കാര്യം എന്താ? അതുമുല്ലി കിത്റാസി വസ്വസതി, അവൻ ഉണ്ടാക്കി തീർക്കുന്ന ഫിത്തന കൊണ്ട് പരിഗണിക്കാതിരിക്കുക, അവന്റെ ഫിത്തന ഒന്നും മെയിൻ ചെയ്യാതിരിക്കുക, കവലിക്കാതിരിക്കുക. ഇത് വലിയ ദേശീയക്കാരാണ്. വസ്താനി, രണ്ടാമത്തത് എന്താണെന്നറിയാമോ? തഫക്കുർ ബിദാത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അദമു തവക്കുൽ ബിദാത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയുടെ ദാത്തിന്റെ കാര്യത്തെ പറ്റി ചിന്തയില്ലാതിരിക്കുക. ഇങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോൾ അവർ ദേഷ്യം പിടിപ്പിക്കൂല, ചിന്തിച്ചാലോ ദേഷ്യം പിടിപ്പിക്കും. അങ്ങനല്ല. അത്തവക്കുർ ബിദാത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അദമു തെറ്റാണ് അവിടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു തആല ദാത്തിലായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ ദാത്തിൽ ചിന്തിക്കുമ്പോൾ അത് അവന് ദേഷ്യമാണ്. ഇങ്ങനെ 2 കാര്യം ശൈത്താനെ വല്ലാതെ ശിപ്പാക്കിക്കൊണ്ടിരിക്കും. ഈ 2 കാര്യം നമുക്ക് വേണം. അതുകൊണ്ട് ലാസ്റ്റ് പറയുന്നു, നിന്റെ സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ നിന്റെ സഹോദര ചിന്തിക്ക്. നിന്റെ അവസ്ഥ എന്താണ് നീ ചിന്തിക്ക്.
അൽ ഖശഅത ഫി സ്വലാത്തിക, നിസ്കരിച്ചവൻ ഖുശൂഉള്ളവനായിരുന്നു. കമാ ഖശഅഉലൈൽ ഖൗം റളിയല്ലാഹു അൻഹും ഫി വഖ്തി മിനൽ ഔഖാത്ത്, ഈ സമയങ്ങളിലൊക്കെ ഖുശൂഉള്ളവരായിരുന്നു മുൻകഴിഞ്ഞു പോയ കാലക്കാരായ പണ്ഡിതന്മാർ. അതേപോലെ ഏതെങ്കിലും സമയത്ത് നിനക്ക് ഖുശൂ ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ പറഞ്ഞതിന്റെ നേരെ എതിരില്ലാണോ നീ? അതുകൊണ്ട് പറയാനുള്ളത് ഇതാ, പകൽ വ്യത്യാസമില്ലാതെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.